ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 21-ാം വാക്യം. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മഴ പെയ്യാതെ ഉണങ്ങി വരേണ്ട ഒരു ഗ്രാമം. കൃഷികളെല്ലാം ഉണങ്ങിപ്പോയി. അക്കാലത്ത് ഒരു ദിവസം ഒരു സന്യാസി നൃത്തം ചെയ്തുകൊണ്ട് അവിടെ എത്തി. അദ്ദേഹം നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. ഗ്രാമവാസികൾ അയാളെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് കളിയാക്കി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശം കറുത്തിരുണ്ടു. വലിയ മഴയുണ്ടായി. എല്ലാവരും സന്യാസിയുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചു. പിന്നീട് മഴ ആവശ്യം വരുമ്പോഴൊക്കെ അവർ സന്യാസിയോട് പറയുകയും സന്യാസി നൃത്തം ചെയ്യുമ്പോഴൊക്കെ മഴ പെയ്യുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ആ ഗ്രാമത്തിൽ 4 യുവാക്കളെത്തി. സന്യാസി നൃത്തം ചെയ്യുമ്പോൾ മഴ പെയ്യുമെങ്കിൽ തങ്ങൾ നൃത്തം ചെയ്താലും മഴ പെയ്യും എന്ന് പറഞ്ഞ് അവർ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. വളരെ നേരം നൃത്തം ചെയ്തിട്ടും മഴ പെയ്തില്ല. അവർ ക്ഷീണിച്ച് അവശരായി പിന്മാറി. അപ്പോൾ സന്യാസി നൃത്തം ആരംഭിച്ചു. അദ്ദേഹം 1 മണിക്കൂർ നൃത്തം ചെയ്തു. മഴ പെയ്തില്ല. 2 മണിക്കൂറായി. മഴ പെയ്തില്ല. അദ്ദേഹം നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയ മഴ പെയ്തു. യുവാക്കൾ സന്യാസിയുടെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. അവർ സന്യാസിയോട്, എന്തുകൊണ്ടാണ് താങ്കൾ നൃത്തം ചെയ്യുമ്പോൾ മഴ പെയ്യുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മഴ പെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ നൃത്തം ചെയ്യുന്നത്. ദീർഘസമയം ചെയ്യേണ്ടി വന്നാലും ക്ഷീണിതനായാലും മഴ പെയ്യുന്നത് വരെയും ഞാൻ നൃത്തം തുടരും. വിശ്വാസം അതല്ലേ എല്ലാം. വിശ്വാസം അത് വളരെ ആഴമേറിയ ഒരു അനുഭവമാണ്. വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികളും ഒത്തെങ്കിൽ ഒക്കട്ടെ എന്ന് കരുതി ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിശ്വാസം സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ്. പക്ഷേ നാം പറയുന്നവയോ പ്രവർത്തിക്കുന്നവയോ സാധ്യമാകുമെന്ന് അല്പം പോലും സംശയമില്ലാതെ വിശ്വസിക്കുവാൻ കഴിയണം. വിശ്വാസത്തിന് നേർ വിപരീതമാണ് സംശയം. അല്പം സംശയം മതി വിശ്വാസം മുഴുവൻ ഇല്ലാതെയാവാൻ. അത് സാധിക്കുമോ എന്ന് അല്പം സംശയം തോന്നിയാൽ പിന്നെ വിശ്വാസമില്ല. 1% സംശയം വിശ്വാസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. 99% വിശ്വാസവും 1% സംശയം കാരണം നഷ്ടമാകും. അങ്ങനെയാണ് വിശ്വാസം. ഈ ലോകത്തിൽ തിന്മയും നന്മയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസവും ഇതാണ്. നമ്മുടെ നന്മ പ്രവൃത്തികളിൽ 1%മോ അതിൽ കുറവോ തിന്മയുടെ അംശം കലർന്നാൽ നന്മയല്ലാതെയാവും. അഥവാ ആ നന്മയും തിന്മയാവും. 1% തിന്മ മതി നന്മയെ മുഴുവൻ ഇല്ലാതാക്കുവാൻ. 1% സംശയം മതി വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ. ഈ ലോകം തിന്മയുടെ ശക്തി വ്യാപരിക്കുന്നതാണ്. എന്നാൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വരണ്ടുണങ്ങിയ ഗ്രാമത്തിൽ മഴ പെയ്തതുപോലെ സമൂഹത്തിൽ ആകമാന രൂപാന്തരം വരുത്തുവാൻ കഴിയും. വിശ്വാസവും നന്മയും അധികം പേരിൽ ഉണ്ടാവണം എന്നില്ല. പക്ഷേ അവ ഉള്ളവർ അവയിൽ പൂർണ്ണരായിരിക്കണം. പൂർണ്ണമായ വിശ്വാസം മാത്രമാണ് യഥാർത്ഥ വിശ്വാസം. നമ്മുടെ പ്രാർത്ഥനയും പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കണം. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും ആവശ്യമായ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സംശയം കൂടാതെ തിന്മ കൂടാതെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നിൻ്റെ മുമ്പിൽ കർത്താവെ ഏറ്റവും നിഷ്കളങ്കവും വിശുദ്ധവുമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനധ്യാനം ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.